നമസ്കാരം. ദേവകി ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം. ഇന്ന് 2024 മാർച്ച് മാസത്തിൽ 27 നക്ഷത്രക്കാർക്കും ഉണ്ടാവുന്ന ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. അതിനു മുമ്പായി ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി പരിശോധിച്ചാൽ മേടത്തിൽ വ്യാഴം, കന്നിയിൽ കേതു, മകരത്തിൽ കുജനും ശുക്രനും, കുംഭത്തിൽ രവി, ശനി, ബുധൻ എന്നിവയും മീനത്തിൽ രാഹു സഞ്ചരിക്കുന്ന കാലം. മാർച്ച് 7-ാം തീയതി ശുക്രൻ കുംഭം രാശിയിലേക്കും, മാർച്ച് 14-ാം തീയതി രവി മീനം രാശിയിലേക്കും, മാർച്ച് 15-ന് കുജൻ കുംഭം രാശിയിലേക്കും സംക്രമിക്കപ്പെടുന്നു. ഈ ഗ്രഹസ്ഥിതി പ്രകാരം 27 നക്ഷത്രക്കാർക്കും 2024 മാർച്ച് മാസത്തിൽ ഉണ്ടാവുന്ന ഗുണാനുഭവങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. ആദ്യമായി മേടക്കൂറ്. അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ മാർച്ച് മാസത്തിൽ രണ്ടാം പകുതിയേക്കാൾ കൂടുതൽ മെച്ചമായിരിക്കും ആദ്യ പകുതി. ആദ്യ പകുതിയിൽ ധനനേട്ടം, പുതിയ സ്ഥാനമാന ലാഭം, കർമ്മരംഗത്ത് സന്തോഷം, സമാധാനം, പലവിധ നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് അധികാരപ്രാപ്തി, സ്ഥാനമാന ലാഭം എന്നിവ പ്രതീക്ഷിക്കാം. പുതിയതായി ജോലിയിൽ പ്രവേശിക്കാനിരിക്കുന്നവർക്ക് ആഗ്രഹപൂർത്തീകരണം ഉണ്ടാകും. സർക്കാർ സംബന്ധമായ കാര്യങ്ങൾക്ക് അനുകൂല മാസക്കാലമാണ്. കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും. നല്ല ആരോഗ്യവും നല്ല ഫലങ്ങളും പ്രതീക്ഷിക്കാം. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായവ തന്നെ വന്നു ചേരുന്നതാണ്. സന്താന ഭാഗ്യത്തിനും ഉതകുന്ന മാസക്കാലമാണ്. ഉപരിപഠനത്തിനായി, തൊഴിൽ ആവശ്യങ്ങൾക്കായും വിദേശയാത്ര തരപ്പെടുന്നതാണ്. സന്താനങ്ങൾക്കും വിദേശയാത്ര തരപ്പെടും. എല്ലാ കാര്യത്തിലും പലവിധ ടെൻഷൻസ് ഉണ്ടാകാമെങ്കിലും അവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും. രണ്ടാം പകുതിയിൽ ദൂരദേശ യാത്രകളും യാത്രാക്ലേശങ്ങളും അധിക ധനച്ചിലവുകളും സ്നേഹിതരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. സഹപ്രവർത്തകരുമായി ഇടപെടുമ്പോൾ അത്യധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉറ്റവർക്ക് വേണ്ടിയോ സ്വന്തം ആവശ്യങ്ങൾക്കായിട്ടോ ഒരു ആശുപത്രിവാസവും കാണുന്നുണ്ട്. അപമാനങ്ങൾ വന്നു ചേരാതിരിക്കാൻ ശ്രദ്ധിക്കണം. മഹാദേവന് ധാര, കൂവളത്തില കൊണ്ട് അർച്ചന, ഭദ്രയിങ്കൽ കടുംപായസം, ഓം നമഃശിവായ 108 ഉരു ജപിക്കുകയും ചെയ്യുക. ഇടവക്കൂറ്. കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി, മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ മാർച്ച് മാസത്തിൽ ധനനേട്ടം, നല്ല ആരോഗ്യം, അധികാരികളിൽ നിന്നും സഹായങ്ങൾ ലഭിക്കാനും ഇടയുണ്ട്. ബന്ധുസമാഗമം, പുതിയ സ്ഥാനമാനങ്ങൾ, കർമ്മരംഗത്ത് പലവിധ നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട്. പുതിയ ജോലി ലഭിക്കാനും ഇടയുള്ള മാസക്കാലമാണ്. നല്ല സമാധാനത്തോടെ, ടെൻഷൻ ഇല്ലാതെ കർമ്മരംഗത്ത് മുന്നോട്ടു പോകാനാകും. ശത്രുപരാജയം, സുഖം, ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം, സർവാഭീഷ്ട ലാഭം, ബന്ധുസമാഗമം എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ്. വീട് വിട്ട് മാറി താമസിക്കേണ്ട അവസ്ഥ ഉണ്ടാകും. നല്ല കാര്യങ്ങൾക്കായിട്ടാണെങ്കിലും അധികമായ ധനച്ചിലവുകൾ വന്നു ചേരുന്നതാണ്. ദൂരദേശയാത്ര, അമ്മയ്ക്ക് വേണ്ടി ധനം അധികമായി ചിലവഴിക്കേണ്ട അവസ്ഥയും ഉണ്ടാകും. വീട്, വസ്തു, വാഹനം, വീട് പുതുക്കി പണിയുന്നതിനും സാഹചര്യങ്ങൾ ഒരുങ്ങുന്നതാണ്. എന്നാൽ ചില കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകേണ്ടതാണ്. ആദ്യ വാരത്തിനു ശേഷം സ്ത്രീകളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുള്ളതിനാൽ ശ്രദ്ധിക്കണം. കലഹങ്ങളും ശത്രുക്ലേശങ്ങളും ഉണ്ടായേക്കാം. ചില കാര്യങ്ങളിൽ ടെൻഷൻസ് വർദ്ധിക്കാനിടയുണ്ട്. പണത്തിന് ഞെരുക്കം ഇടയ്ക്ക് വന്നുപെടാം. വിദേശയാത്ര ഉണ്ടാകാം. ഉഷ്ണസംബന്ധമായ രോഗങ്ങൾ അലട്ടാനിടയുണ്ട്. ഗണപതിക്ക് കറുകമാല, ദേവീക്ഷേത്രത്തിൽ അർച്ചന, സുബ്രഹ്മണ്യസ്വാമിക്ക് നെയ്വിളക്ക്, നിത്യവും വിഷ്ണു സഹസ്രനാമം കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക. മിഥുനക്കൂറ്. മകേരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ മാർച്ച് മാസത്തിൻ്റെ ആദ്യ പകുതിയേക്കാൾ കൂടുതൽ മെച്ചം രണ്ടാം പകുതിയായിരിക്കും. ധനനേട്ടമുണ്ടാകാനും ബന്ധുസമാഗമം, അധികാരികളിൽ നിന്നും ആനുകൂല്യങ്ങളും പ്രതീക്ഷിക്കാം. സന്തോഷം, സർവാഭീഷ്ട ലാഭം, കർമ്മരംഗത്ത് നേട്ടങ്ങൾ, പുതിയ ജോലിക്കായി ശ്രമിക്കുന്നവർക്കും ആഗ്രഹപൂർത്തീകരണം ഉണ്ടാകും. ശത്രുപരാജയം, സർവകാര്യ വിജയം, സന്താനഭാഗ്യം, സന്താനങ്ങൾ മൂലം സന്തോഷമുണ്ടാകാനും വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾക്കും സാധ്യതയുണ്ട്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അപവാദങ്ങൾ കേൾക്കാനും മനക്ലേശങ്ങൾക്കും ബന്ധുവിരഹങ്ങൾക്കും സാധ്യതയുണ്ട്. ചില ദോഷാനുഭവങ്ങളും കാര്യവിഘ്നം, സ്ഥാനഭ്രംശം, രോഗക്ലേശം,
കടം വർദ്ധിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. അച്ഛൻ മൂലമോ അച്ഛൻ ബന്ധുക്കൾ മൂലമോ ചില മനപ്രയാസങ്ങൾക്ക് ഇടയാകും. ഉഷ്ണസംബന്ധമായ രോഗങ്ങൾ അലട്ടാനിടയുണ്ട്. എവിടെയും ഒരു ഈശ്വരാധീന കുറവ് നിലനിൽക്കുന്നതാണ്. മഹാദേവന് ധാര, കൂവളത്തില കൊണ്ട് അർച്ചന, സുബ്രഹ്മണ്യ സ്വാമിക്ക് നെയ്വിളക്ക്, ഗണപതിക്ക് നാളികേരമുടച്ചും മുന്നോട്ടു പോകേണ്ടതാണ്. ഓം നമഃശിവായ 108 ഉരു നിത്യവും ജപിക്കുകയും ചെയ്യുക. കർക്കിടകക്കൂറ്. പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ മാർച്ച് മാസത്തിൽ പ്രധാന നേട്ടങ്ങൾ ഉണ്ടാകാനും വീട്, വസ്തു, വാഹനം എന്നിവയ്ക്കായി നല്ല ഗുണാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ്. വീട് പുതുക്കി പണിയുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും സാധ്യമാകും. സർവകാര്യ വിജയം, ഉയർച്ച, ഭാഗ്യം എന്നിവ അനുഭവത്തിൽ വരുന്നതാണ്. എന്നിരുന്നാലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ശത്രുശല്യം വർദ്ധിക്കുവാനും ഉഷ്ണസംബന്ധമായ രോഗങ്ങൾ അലട്ടാനും ഇടയുണ്ട്. അധികാരികളിൽ നിന്നും ക്ലേശങ്ങൾ ഉണ്ടാകാം. സർക്കാർ സംബന്ധമായ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ്. ദമ്പതി സൗഖ്യം കുറയാനും ചില അപമാനങ്ങൾ സഹിക്കേണ്ടതായും വന്നേക്കാം. കുടുംബത്തുള്ളവരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും നേത്ര സംബന്ധമായ രോഗങ്ങളും ഉദര സംബന്ധമായ ക്ലേശങ്ങൾക്കും സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. ചിലയിടങ്ങളിൽ കാര്യതടസ്സങ്ങൾ ഉണ്ടാകാനും സ്ഥാനഭ്രംശത്തിനും സാധ്യതയുണ്ട്. സ്ത്രീകൾ മൂലം ചില ക്ലേശങ്ങൾ ഉണ്ടാകാനും നിത്യവൃത്തിക്ക് തടസ്സങ്ങൾക്കും സാധ്യതയുണ്ട്. ദമ്പതി സൗഖ്യം കുറവാണ്. ധനക്ലേശങ്ങൾക്കും മനക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട്. പ്രണയിതാക്കൾക്ക് ഗുണപ്രദമാണ്. സന്താനങ്ങൾക്കും ഗുണപ്രദമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവ വിപുലപ്പെടുത്തിയെടുക്കുവാനും നല്ല ലാഭമുണ്ടാകാനും സാധ്യതയുണ്ട്. എന്നാൽ ധനമിടപാടുകളിലും രേഖകൾ കൈകാര്യം ചെയ്യുന്നതിലും ശ്രദ്ധയുണ്ടാകണം. അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം, ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല, ദേവിക്ക് അർച്ചന, ഓം നമഃശിവായ 108 ഉരു ജപിക്കുകയും ചെയ്യുക. ചിങ്ങക്കൂറ്. മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ മാർച്ച് മാസത്തിൽ ധനനേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം, രോഗമുക്തി, ശത്രുനാശം, സർവകാര്യ വിജയം, എല്ലായിടത്തും അനുകൂലമായ നല്ല അനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് തീരുമാനമാകാനും സന്താനഭാഗ്യത്തിനും ഉതകുന്ന മാസക്കാലമാണ്. അപ്രതീക്ഷിത ധനനേട്ടം ഉണ്ടാകാം. വീട്, വാഹനം, വസ്തു എന്നിവ വാങ്ങുന്നതിനും വീട് പുതുക്കി പണിയുന്നതിനും പ്രാരംഭ നടപടികൾ ആരംഭിക്കുന്നതാണ്. കർമ്മരംഗത്ത് ഉന്നത സ്ഥാനം വഹിക്കാനാകും. ഉയർച്ച, പേര്, പ്രശസ്തി എന്നിവ ഉണ്ടാകുന്നതാണ്. എന്നാൽ ചില കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം. കുടുംബത്തുള്ളവരുമായും സുഹൃത്തുക്കളുമായും ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. ഉഷ്ണസംബന്ധമായ രോഗങ്ങളോ ഉദര സംബന്ധമായ ക്ലേശങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട്. ബന്ധുക്കളുമായി ചില തർക്കങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. എതിർലിംഗത്തിൽപ്പെട്ടവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം. പ്രണയിതാക്കൾക്ക് ഗുണപ്രദമാണ്. വിദ്യാർത്ഥികൾക്ക് ചില വിഷമതകൾ ഉണ്ടായേക്കാം. സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കായി പ്രയത്നിക്കേണ്ടി വരുന്നതാണ്. മഹാദേവന് ധാര, കൂവളത്തില കൊണ്ട് അർച്ചന, സുബ്രഹ്മണ്യ സ്വാമിക്ക് അർച്ചന സമർപ്പിക്കുകയും ഗണപതിക്ക് നാളികേരമുടച്ചും വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക. കന്നിക്കൂർ. ഉത്രത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ മാർച്ച് മാസത്തിൻ്റെ രണ്ടാം പകുതിയേക്കാൾ ആദ്യ പകുതിയായിരിക്കും കൂടുതൽ മെച്ചം. സന്തോഷം, ശത്രുശല്യം കുറയാനും ധനനേട്ടം, ലോകബഹുമാനം, രോഗമുക്തി, എല്ലായിടത്തും കാര്യലാഭം, മനസ്സന്തോഷം എന്നിവ ലഭിക്കുന്നതാണ്. ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം, അഭിവൃദ്ധി, കുടുംബത്ത് സുഖവും സമാധാനവും ഉണ്ടാകുന്നതാണ്. പുതിയതായി ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും. സന്താനങ്ങളുടെ ഉന്നതി പ്രതീക്ഷിക്കാം. എന്നാൽ ചില കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം. ദമ്പതി സൗഖ്യം കുറയാം. പങ്കാളിയുടെ ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകണം. വിവാഹ കാര്യങ്ങൾ തീരുമാനമാകാൻ കാലതാമസം നേരിടുന്നതാണ്. വിദ്യാർത്ഥികൾക്കും പഠനത്തിൽ മടി അനുഭവപ്പെടുന്നതാണ്. കുടുംബത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും കാര്യപരാജയം, ഉദര സംബന്ധമായ ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട്. സന്താനങ്ങൾ നിമിത്തം കുറച്ച് മനക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം.
സ്ഥാനഭ്രംശം. സർക്കാർ മൂലം ചില ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട്. സർക്കാർ നടപടികൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അമ്മയ്ക്ക് വേണ്ടി അധിക ധനച്ചിലവുകൾ വന്നുപെടാം. വ്യാഴാഴ്ച ദിവസങ്ങൾ അത്ര ഗുണപ്രദമല്ല. ദൈവാധീനത്തിനായി മഹാദേവന് ധാര, കൂവളത്തില കൊണ്ട് അർച്ചന, ഗണപതിക്ക് നാളികേരമുടച്ചും ദേവീക്ഷേത്രത്തിൽ കടുംപായസം ഓം നമഃശിവായ 108 ജപിക്കുകയും ചെയ്യുക. തുലാക്കൂർ. ചിത്രയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിൻ്റെ ആദ്യ 1/4 ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ മാർച്ച് മാസത്തിൻ്റെ ആദ്യ പകുതിയേക്കാൾ കൂടുതൽ മെച്ചം 2ാം പകുതിയായിരിക്കും. സർവകാര്യ വിജയം, സന്തോഷം, നല്ല ആരോഗ്യം, സമാധാനം, ഇഷ്ടഭക്ഷണ സമൃദ്ധി, ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം എന്നിവ പ്രതീക്ഷിക്കാം. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനിടയുണ്ട്. സർക്കാർ ജോലി പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അനുകൂല മാസമാണ്. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂല തീരുമാനമുണ്ടാകും. സന്താന ഭാഗ്യത്തിനും ഉതകുന്ന സമയക്കാലമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവ വിപുലപ്പെടുത്തിയെടുക്കുവാനും നല്ല നേട്ടങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. കുടുംബത്ത് സുഖവും സമാധാനവും ഉണ്ടാകും. സുഹൃത്തുക്കൾ മൂലവും സന്താനങ്ങൾ മൂലവും സന്തോഷാനുഭവങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശനിയാഴ്ച ദിവസങ്ങളിൽ യാത്ര ഒഴിവാക്കേണ്ടതാണ്. കുടുംബക്കാരുമായും സന്താനങ്ങളുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും തന്മൂലം മനക്ലേശങ്ങൾക്കും സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. സന്താനങ്ങൾ മൂലം മനോവിഷമതകളും ഉണ്ടായേക്കാം. ആരോഗ്യകാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. മഹാദേവന് ധാര, കൂവളത്തില കൊണ്ട് അർച്ചന, സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃതം, ശാസ്താവിന് നീരാഞ്ജനം, ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല എന്നിവ സമർപ്പിക്കുക. വൃശ്ചികക്കൂറ്. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ മാർച്ച് മാസത്തിൻ്റെ 2ാം പകുതിയേക്കാൾ കൂടുതൽ മെച്ചമായിരിക്കും ആദ്യ പകുതി. സർവകാര്യ വിജയം, ധനനേട്ടം, സുഖം, ശത്രുശല്യം കുറയുവാനും രോഗമുക്തി, ഇഷ്ടഭക്ഷണ സമൃദ്ധി എന്നിവ പ്രതീക്ഷിക്കാം. കുടുംബത്ത് സുഖവും സമാധാനവും ഉണ്ടാകും. സുഹൃത്തുക്കൾ മൂലം പലവിധ നേട്ടങ്ങൾ, സഹായങ്ങളും പ്രതീക്ഷിക്കാം. കുടുംബത്ത് എല്ലാവിധമായ സുഖവും നല്ല സമാധാനവും ഉണ്ടാകും. പേരും പ്രശസ്തിയും കർമ്മരംഗത്ത് ഉയർച്ചയും സ്ഥാനമാനങ്ങളും പ്രതീക്ഷിക്കാം. IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണപ്രദമാണ്. വിദ്യാർത്ഥികൾക്കും ഗുണപ്രദമാണ്. എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദൂരദേശ യാത്രകളും യാത്രാക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട്. സുഹൃത്തുക്കളും സന്താനങ്ങളും നിമിത്തം മനക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട്. പണത്തിന് ഞെരുക്കം അനുഭവപ്പെടാം. രക്തസംബന്ധമായ രോഗങ്ങളും അലട്ടാനിടയുണ്ട്. ഉദരരോഗം അലട്ടാം. ടെൻഷൻസ് വർദ്ധിക്കാം. ധനം, സ്വർണം എന്നിവ നഷ്ടമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വിലപിടിപ്പുള്ള രേഖകൾ മോഷണം പോകാനിടയുണ്ട്. സ്ഥാനപരിവർത്തനം, ഒരു ബന്ധുവിൻ്റെ വിയോഗത്തിനും സാധ്യത കാണുന്നുണ്ട്. ദമ്പതി സൗഖ്യം കുറയാം. പ്രണയിതാക്കൾക്കും അത്ര ഗുണപ്രദമല്ല. വിവാഹ കാര്യങ്ങൾ തീരുമാനമാകാൻ കാലതാമസം നേരിടുന്നതാണ്. മഹാദേവന് ധാര, കൂവളത്തില കൊണ്ട് അർച്ചന, സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃതം, ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല, വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക. ധനുക്കൂറ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ മാർച്ച് മാസത്തിൽ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളെ കാണാനാകുന്നതാണ്. രോഗമുക്തി, ധനലാഭം, മനസമാധാനം, ശത്രുനാശം, സർവാഭീഷ്ട ലാഭം എന്നിവ പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കൾ മൂലം സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകാനും കർമ്മരംഗത്ത് സ്ഥാനമാനങ്ങൾ ലഭിക്കാനും ഇടയുണ്ട്. ധൈര്യത്തോടെ പല കാര്യങ്ങളും ചെയ്തു തീർക്കാനാകും. പുതിയ ജോലിയിൽ പ്രവേശിക്കാനിരിക്കുന്നവർക്കും ആഗ്രഹപൂർത്തീകരണം ഉണ്ടാകും. അമ്മയുമായി നല്ല ബന്ധം പുലർത്താനാകുന്നതാണ്. അമ്മയ്ക്ക് വേണ്ടി ധനച്ചിലവുകളും വന്നു ചേരുന്നതാണ്. നാൽക്കാലികൾ മുഖാന്തരം ചില ക്ലേശങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. വീട് മാറി താമസിക്കേണ്ട അവസ്ഥ സംജാതമാകും. ദൈവാധീനമുള്ളതിനാൽ ഏതൊരവസ്ഥയെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും. വിദേശത്ത് പോകാൻ ശ്രമിച്ചാൽ നടക്കുന്ന ഒരു മാസക്കാലമാണ്. സന്താനങ്ങൾക്കും വിദേശയോഗം ഉണ്ട്. 2ാം പകുതിയിൽ ശത്രുശല്യം വർദ്ധിക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില നഷ്ടങ്ങൾ ഉണ്ടായേക്കാം. സ്ത്രീകൾ മുഖേന ചില ക്ലേശങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. കടുത്ത വാക്കുകൾ മൂലം ക്ലേശങ്ങളും ശത്രുതയും കാര്യപരാജയവും ഉണ്ടായേക്കാം. ദൂരദേശ യാത്രകളും യാത്രാക്ലേശങ്ങളും വന്നുപെട്ടേക്കാം. മഹാദേവന് കൂവളത്തില കൊണ്ട് അർച്ചന,
ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഭദ്രകാളി ക്ഷേത്ര ദർശനവും ഗണപതിക്ക് നാളികേരമുടച്ചും മുന്നോട്ട് പോവുക. മകരക്കൂറ്. ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ മാർച്ച് മാസത്തിൻ്റെ രണ്ടാം പകുതിയായിരിക്കും ആദ്യ പകുതിയേക്കാൾ കൂടുതൽ മെച്ചം. ധനനേട്ടം, സർവ്വവിധമായ സുഖപ്രാപ്തി, ലോകബഹുമാനം, രോഗശമനം, ശത്രുപരാജയം, സർവാഭീഷ്ട ലാഭം എന്നീ നല്ല ഫലങ്ങൾ കാണാനാകുന്നതാണ്. വീട്, വസ്തു, വാഹനം, വീട് പുതുക്കിപ്പണിയുന്നതിനുമുള്ള പ്രാരംഭ നടപടികൾ ആരംഭിക്കാനും ആകും. എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുടുംബത്തുള്ളവരുമായും ബന്ധുക്കളുമായും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. നാൽക്കാലികൾ മുഖാന്തരം ചില ക്ലേശങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. ചതിവുകൾ പറ്റുന്നതിനും സാധ്യതയുണ്ട്. ബിസിനസ്സിൽ ചില നഷ്ടങ്ങൾ ഉണ്ടായേക്കാം. ദൂരദേശ യാത്രകളും യാത്രാക്ലേശങ്ങളും ഉണ്ടാകാം. നേത്രസംബന്ധമായ ക്ലേശങ്ങൾ അലട്ടാനിടയുണ്ട്. രക്തദൂഷ്യങ്ങളും മുറിവ്, ചതവ്, വ്രണങ്ങൾ എന്നിവ വന്നുപെട്ടേക്കാം. കടുത്ത വാക്കുകൾ മൂലം മനസ്സമാധാനക്കുറവ് അനുഭവപ്പെടുന്നതാണ്. ബന്ധുവിരോധങ്ങൾ ഉണ്ടാകാനും കാര്യമായ ദോഷാനുഭവങ്ങൾ വന്നുചേരാനും ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. അച്ഛനോ അച്ഛൻ ബന്ധുക്കൾക്കോ ചില ക്ലേശങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധാലുക്കളായിരിക്കണം. ദൈവാധീനം വർദ്ധിപ്പിച്ചെടുക്കുന്നതിനായി ഗണപതിക്ക് കറുകമാല, മഹാവിഷ്ണുവിന് സഹസ്രനാമ അർച്ചന, സുബ്രഹ്മണ്യ സ്വാമിക്ക് നെയ്വിളക്ക്, മഹാദേവന് ധാര, കൂവളത്തില കൊണ്ട് അർച്ചന എന്നിവ സമർപ്പിക്കുക. നിത്യവും കൃത്യനിഷ്ഠയോടെ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്യുക. കുംഭക്കൂറ്. അവിട്ടത്തിൻ്റെ ബാക്കി പകുതിയും ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ മാർച്ച് മാസത്തിൽ ധനനേട്ടം, സുഖപ്രാപ്തി, ശത്രുനാശം, മനസ്സമാധാനം, സന്തോഷം, സജ്ജന സംസർഗം, ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ്. കർമ്മരംഗത്ത് ചില മാറ്റങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. എന്നാൽ ചില ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട്. ചില ചതിവ് പറ്റാനിടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. ബിസിനസ്സിലും ചില നഷ്ടങ്ങൾ ഉണ്ടായേക്കാം. ധനച്ചിലവുകൾ വർദ്ധിക്കുവാനും മനപ്രയാസങ്ങൾ വന്നുചേരാനും ഇടയുണ്ട്. സ്ഥാനഭ്രംശങ്ങളും അച്ഛനുമായോ അച്ഛൻ ബന്ധുക്കളുമായോ ചില അസ്വാരസ്യങ്ങൾക്കും സാധ്യതയുണ്ട്. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. അല്ലാത്ത പക്ഷം ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നതാണ്. വിദ്യാർത്ഥികൾക്കും പഠനത്തിൽ താല്പര്യക്കുറവ് ഉണ്ടാകും. ദമ്പതി സൗഖ്യം കുറയാം. സന്താനങ്ങളുമായി നല്ല ബന്ധം പുലർത്താൻ ശ്രമിക്കേണ്ടതാണ്. കുടുംബത്തുള്ളവരുമായും ബന്ധുക്കളുമായും ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ഉദരസംബന്ധമായതും നേത്രസംബന്ധമായതോ ആയ രോഗങ്ങൾ അലട്ടാനിടയുണ്ട്. ഉഷ്ണസംബന്ധമായതുമായ രോഗങ്ങളും വന്നുപെടാം. ദൈവാധീനത്തിനായി ശാസ്താവിന് നീരാഞ്ജനം, ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല, സുബ്രഹ്മണ്യ സ്വാമിക്ക് പഞ്ചാമൃതം, മഹാവിഷ്ണുവിന് സഹസ്രനാമ അർച്ചന എന്നിവ സമർപ്പിക്കുക. മീനക്കൂറ്. പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ മാർച്ച് മാസത്തിൽ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ കാണാനാകുന്നതാണ്. ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം, വസ്തു, വീട്, വാഹനം എന്നിവ ലഭിക്കാനായി പ്രാരംഭ നടപടികൾ ആരംഭിക്കാനും സർവകാര്യ വിജയം, നല്ല ആരോഗ്യം എന്നീ അനുകൂല ഫലങ്ങൾ കാണാനാകുന്നതാണ്. അധിക ധനച്ചിലവുകൾ വന്നുപെടാനും ദൂരദേശ യാത്രകളും യാത്രാക്ലേശങ്ങളും ഉണ്ടായേക്കാം. വീട് മാറി താമസിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ്. സന്താനങ്ങളുടെ ക്ഷേമത്തിനായി കഠിന പ്രയത്നം തന്നെ ചെയ്യേണ്ടി വരുന്നതാണ്. ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ഒരു ബന്ധുവിൻ്റെ വിയോഗത്തിനും സാധ്യത കാണുന്നുണ്ട്. യാത്രകളും പരദേശഗമനം എന്നിവ ഉണ്ടായേക്കാം. അധിക ധനച്ചിലവുകൾ വന്നുപെട്ടേക്കാം. വീട് വിട്ടു പോകേണ്ടി വരിക തുടങ്ങിയ അവസ്ഥകൾ ഉണ്ടാകാം. ചില കാര്യങ്ങൾ താൻ ആഗ്രഹിച്ച പോലെ നടക്കുന്നില്ലല്ലോ എന്ന മനപ്രയാസവും ഉണ്ടാകും. വിവാഹ കാര്യങ്ങൾ തീരുമാനമാകാൻ കാലതാമസം നേരിടുന്നതാണ്. ദമ്പതി സൗഖ്യം കുറയാം. ഉദരസംബന്ധമായതും ഉഷ്ണരോഗങ്ങളും നേത്രരോഗങ്ങളും അലട്ടാം. ദൈവാധീനത്തിനായി സുബ്രഹ്മണ്യ സ്വാമിക്ക് അർച്ചന സമർപ്പിക്കുകയും ഗണപതിക്ക് നാളികേരമുടച്ചും ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല എന്നിവയും ഓം നമഃശിവായ 108 ഉരു ജപിക്കുകയും ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് 27 നക്ഷത്രക്കാരും ഈ 2024 മാർച്ച് മാസത്തിൽ കരുതിയിരിക്കേണ്ടത്. ജ്യോതിഷപരമായ കാര്യങ്ങൾ അറിയുന്നതിന് എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. ജനന സമയം, ജനന സ്ഥലം, ജനന തീയതി എന്നിവ ടെക്സ്റ്റ് ചെയ്യുക.
വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം.